അടുക്കളയിൽ ധൃതി വെച്ച് വർക്ക് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് ചെറിയ രീതിയിലെങ്കിലും പൊള്ളലേറ്റിട്ടില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ. അപ്പോൾ ഇത്തരത്തില് ചെറിയ പൊള്ളലുകൾക്കൊക്കെ നമുക്ക് വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാതിരിക്കാം എന്നൊക്കെയാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോ പൊള്ളൽ ഉണ്ടായ ഉടനെ തന്നെ ഏകദേശം ഒരു 6 സെന്റിമീറ്ററിൽ താഴേക്കുള്ള പൊള്ളലുകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു പൊള്ളൽ ഉണ്ടായാൽ ഉടനെ തന്നെ നമ്മൾ ഒന്നുകിൽ ആ പൊള്ളലേറ്റ ഭാഗം തണുത്ത വെള്ളത്തിൽ, അതായത് നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിൽ മുക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഏകദേശം 15 തൊട്ട് 20 മിനിറ്റ് വരെ ഇങ്ങനെ മുക്കി വെക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ റണ്ണിങ് ടാപ്പ് വാട്ടറിനടിയിൽ ഏകദേശം 15 തൊട്ട് 20 മിനിറ്റ് വരെ കൈ ഈ പൊള്ളലേറ്റ ഭാഗം കാണിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മാത്രമല്ല ഈ ഒരു അവസരത്തിൽ നമ്മൾ കൈ മാറ്റി കഴിഞ്ഞാലും അതിനുശേഷം യാതൊരു തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ സാധനങ്ങളും കയ്യിൽ പുരട്ടാൻ പാടില്ല. പ്രത്യേകിച്ച് പേസ്റ്റ്, തേൻ, വെണ്ണ, നെയ്യ് പോലെയുള്ള യാതൊരു വസ്തുക്കളും ഈ ഒരു പൊള്ളലേറ്റ ഭാഗത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഇത് നമ്മളുടെ പൊള്ളലിന്റെ ആഘാതം കൂട്ടാൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാനും ഒക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അഥവാ ഈ ഒരു പൊള്ളലേറ്റ ഭാഗത്ത് കുമിളകൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും ഇത് നമ്മൾ മാനുവലി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാതിരിക്കുക. നിങ്ങളുടെ പൊള്ളൽ കൂടുതൽ ഏരിയയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് 6 സെന്റിമീറ്ററിൽ അധികം പൊള്ളലേറ്റിട്ടുണ്ട്, അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്കാണ് പൊള്ളലേറ്റത്, പ്രൈവറ്റ് പാർട്ടിൽ പൊള്ളലേറ്റിട്ടുണ്ട്, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിനെ കാണാനും വേണ്ട നടപടികൾ സ്വീകരിക്കാനും ഒട്ടും മടിക്കരുത്.